ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ മാസമായി അല്ലെങ്കിൽ ജൂൺ മാസം വരാറായി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മെയ് മാസത്തിൻ്റെ അവസാനത്തോടു കൂടി തന്നെ നല്ല ഇടിയും മഴയും മിന്നലും ഒക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ മഴ പെയ്യുന്ന അവസരത്തിൽ നമുക്ക് എല്ലാ പച്ചക്കറികളും ഒന്നും നട്ടുപിടിപ്പിക്കാൻ പറ്റത്തില്ല. ചിലതൊന്നും നട്ടുപിടിപ്പിക്കാൻ പറ്റത്തില്ല, ചിലതൊന്നും വളരത്തില്ല, ചിലതൊന്നും വിളവ് തരത്തില്ല, എന്നാൽ മറ്റു ചിലവയ്ക്ക് കുഴപ്പവുമില്ല. അപ്പോൾ ഏതൊക്കെ പച്ചക്കറി ചെടികളാണ് നമുക്ക് ഈ ജൂൺ മാസത്തിൽ നട്ടു വളർത്താൻ പറ്റുന്നത്, ഏതൊക്കെ പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ കൃഷിക്ക് ആവശ്യമായ എല്ലാ ഇനം വിത്തുകളും, ചുരക്കയും പീച്ചിലും പാവലും എല്ലാ സാധനങ്ങളും, കാന്താരിയും വഴുതന നന്നായിട്ട് വളർത്താൻ പറ്റും കേട്ടോ ഈ മഴക്കാലത്ത്. ഇത് അങ്ങോട്ട് നോക്കിക്കോ, വഴുതന നിൽക്കുന്നത് കണ്ടോ, കായ്ച്ചു കിടക്കുന്ന കണ്ടോ, കായ്ച്ചു കിടക്കുവാണ്. നിറയുണ്ട്. അത് പച്ച വഴുതനയും വയലറ്റ് വഴുതനയും ഉണ്ട വഴുതനയും അങ്ങനെയുള്ള എല്ലാ ഇനം പച്ചക്കറികളുടെയും വിത്തുകൾ ഇതിനകത്തുണ്ട്. അപ്പം ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ഉണ്ടോ എൻ്റെ പൂച്ചക്കൂട്ടം കാണിക്കുന്ന കൊള്ളാണ്ടോ. ജൂൺ പോലെ സ്ഥിരമായി മഴ പെയ്യുന്ന സമയത്ത് ഒരു രീതിയിലും വളർത്താൻ പറ്റാത്ത ഒന്നാണേ ചുവന്ന ചീര എന്ന് പറയുന്നത്. എപ്പോഴും അതിന് പുള്ളിക്കുത്ത് രോഗമൊക്കെ വളരെ കൂടുതലായിരിക്കും. എന്നാൽ പച്ചച്ചീരയാണെങ്കിൽ കുഴപ്പമില്ല. സാധാരണ സമയത്താണ് പുള്ളിക്കുത്ത് രോഗം വരുന്നതെങ്കിൽ നല്ലൊരു പരിധി വരെ നമുക്ക് സ്യൂഡോമോണാസ് ഉപയോഗിച്ച് നിയന്ത്രിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ജൂൺ മാസത്തിലെ കൃഷി ചെയ്യുന്ന അവസരത്തിൽ നിർബന്ധമായും നമ്മൾ ആഴ്ചയിലെങ്കിലും സ്യൂഡോമോണാസ് ചെടിയുടെ ചുവട്ടിൽ കലക്കി ഒഴിച്ചു കൊടുക്കാനും ഇലകളിൽ തളിച്ചു കൊടുക്കാനും ഒന്നും മറന്നു പോകരുത്. സ്യൂഡോമോണാസ് നിർബന്ധമായും ജൂൺ മാസ കൃഷിയിൽ നമ്മൾ കരുതിയിരിക്കണം. അതുപോലെ ശീതകാല പച്ചക്കറികൾ കാബേജ്, കോളിഫ്ലവർ, ലെറ്റ്യൂസ് പോലെയുള്ള പച്ചക്കറികളൊന്നും തന്നെ നമുക്ക് ഈ മഴക്കാലത്ത് നന്നായി വളർത്തിയെടുക്കാൻ പറ്റാറില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് ആഴത്തിൽ പോകുന്ന വേരുകളല്ല. അപ്പം മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്യുക എന്ന് പറഞ്ഞാൽ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനോട് സമാനമാണ്. അങ്ങനെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടന്നാൽ പെട്ടെന്ന് തന്നെ ഫംഗസ് രോഗബാധകൾ ഉണ്ടാകുകയും ചെടി വേരിന് ഫംഗസ് പിടിച്ചിട്ട് അഴുകി പോവുകയും അങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റാതെ പോകുകയുമാണ് ചെയ്യുന്നത്. മഴക്കാലത്ത് നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണേ വെണ്ട. നല്ലപോലെ വളരുകയും ചെയ്യും, നിറയെ കായ്കളും ഉണ്ടാകും ഈ വെണ്ട പോലെയുള്ള ചെടികൾക്ക്. പിന്നെ നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, പടവലം, പാവല്, അതുപോലെ ചുരക്ക, പീച്ചില്, അങ്ങനെയൊക്കെയുള്ള ചെടികൾ നമുക്ക്. അതുപോലെ തന്നെയാണ് നിത്യവഴുതന കേട്ടോ, നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഈ മഴക്കാലത്ത്. അതുപോലെ നമ്മുടെ മണ്ണിനടിയിൽ വളരുന്ന ചേമ്പ്, ചേന, കാച്ചില്, അതുപോലെ റാഡിഷ്, അങ്ങനെയുള്ള ചെടികൾ, ഇഞ്ചി, ഇതൊക്കെ നമുക്ക് ഈ ജൂൺ മാസത്തിൽ നട്ടു വളർത്താം. ഒരു കുഴപ്പമില്ല, നന്നായി വളർന്നു കിട്ടും. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർത്തോണം, ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഇതേ പടവലം കയറി പോകുന്നുണ്ടോ. കഴിഞ്ഞ ദിവസത്തെ വിളവെടുപ്പിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ പടവലങ്ങ എവിടെ നിന്ന് വിളവെടുക്കുന്ന കാണിച്ചാണ്. ഇത് അങ്ങോട്ട് നോക്കി പടവലങ്ങ കിടക്കുന്ന കണ്ടോ, കാണാവോ? ആ പടവലങ്ങയൊക്കെ നമുക്ക് ഈ സമയത്ത് വളർത്തിയെടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യമാണ് പയർ. അത് കുറ്റിപ്പയറായാലും വള്ളിപ്പയറായാലും, അത് ചുവന്ന നീളൻ പയറായാലും പച്ച നീളൻ പയറായാലും, അതുപോലെ വാളമര, അങ്ങനെയുള്ള പയർ വിഭാഗത്തിൽപ്പെട്ട, അതുപോലെ വള്ളി ബീൻസ്, ഇതൊക്കെ നന്നായി വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. വള്ളി ബീൻസ് നടുമ്പോൾ എല്ലാവരും പരാതി പറയും വള്ളി ബീൻസിൻ്റെ വിത്ത് കിളുക്കാറില്ല. അപ്പം വള്ളി ബീൻസിൻ്റെ വിത്ത് കിളിപ്പിക്കാനായിട്ടുള്ള പണി എന്നാണെന്നറിയോ, ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ മാത്രമേ അത് വെള്ളത്തിനകത്ത് കുതിർത്ത് വെക്കാവുള്ളൂ. എന്നിട്ട് അതൊരു തുണി നനച്ച് നല്ലോണം മുറുക്കി പിഴിഞ്ഞ് ആ നനഞ്ഞ തുണിയിൽ ഈ ബീൻസിൻ്റെ വിത്തിനെ കെട്ടിവെക്കണം. അപ്പം ഒരു 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3-ാമത്തെ ദിവസം ഉറപ്പായും നല്ല മുള അതിനകത്തുനിന്ന് വന്നു കഴിഞ്ഞിരിക്കും. അങ്ങനെ മുള വന്നതിന് ശേഷം മണ്ണിനകത്തേക്ക് നടുക, നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇഷ്ടംപോലെ കായ്കൾ ഈ ബീൻസിൽ കിട്ടുന്നത് എപ്പോഴും ഈ മഴ സമയത്താണ് കേട്ടോ. നന്നായിട്ട് മഴക്കാലത്ത് വളർത്താൻ പറ്റുന്ന മറ്റൊരു നല്ല പച്ചക്കറിയാണ് ഇതേണ്ട സാലഡ് കുക്കുംബർ. നമ്മൾ നോക്കിയാൽ അറിയാം, അതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ ഈ ചെടിയിൽ നിന്ന് നോക്കിക്കേ, കണ്ടോ, ചുവട്ടീന്ന് തന്നെ ഉണ്ടോ എല്ലാ മുട്ടിലും ഈ കായുണ്ടാകുന്ന പൂവാണ്, പെൺപൂക്കളാണ് വന്നിരിക്കുന്നത്. കണ്ടോ, അത് ഇവിടം വരെ വന്നിട്ടുണ്ട്. അത് ഇതുപോലെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ വേറൊരു ചെടി കാണിച്ചിട്ടുണ്ടായിരുന്നു, അതേ കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതേ വള്ളിപ്പയർ കണ്ടോ, ഇതുപോലെ വള്ളിപ്പയർ നമ്മൾ എവിടെ ഇട്ട് കൊടുത്താലും ഇപ്പം നന്നായി വളരും. അപ്പം വളർന്ന് മുകളിൽ കയറുമ്പം അതിൻ്റെ ആ വള്ളി അങ്ങോട്ട് മുറിച്ച് ഒരു ശകലം നുള്ളിക്കളയുക. അപ്പം നിറയെ അതിനകത്തുനിന്ന് ചെനപ്പുകൾ വന്നിട്ട് ഇഷ്ടം പോലെ പയർ പിടിച്ച് കിട്ടും. ഇതുപോലെ ഉണ്ടോ, മത്തങ്ങ ഉണ്ടാകുകയും ചെയ്യുന്ന, മത്തം നല്ലപോലെ വളരുകയും ചെയ്യുന്നൊരു സമയമാണ്
മഴക്കാലം എന്ന് പറയുന്നത്. അപ്പം മത്ത നട്ടുപിടിപ്പിക്കാത്തവരുണ്ടെങ്കിൽ ഈ സമയം നല്ലതാണ്. അത് മത്തയും ഇതുപോലെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ മത്തയുടെ വിത്തുകൾ മുളച്ചെൻ്റെ പാത്രത്തിനകത്തിരിക്കുന്ന കാണിച്ചു തന്നില്ലേ, അതുപോലെ മത്തയായാലും മുളപ്പിച്ച് മാറ്റി നടുന്നതാണ് നല്ലത്. ഇപ്പം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന ചുരക്കയുടെയും പീച്ചിലിൻ്റെയും പാവലിൻ്റെയും മത്തയുടെയും കുമ്പളത്തിൻ്റെയും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുടെയും ഇത് കണ്ടോ, ഇത് കൊത്തമര എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി കിടപ്പുണ്ട്. കാറ്റൊക്കെ മറിച്ചിട്ടിട്ട് പന്തലയിലോട്ട് വീണ് കിടക്കുവാണ്. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ പച്ചക്കറികളുടെയും വിത്തുകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പച്ചക്കറി വിത്തുകൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഇനം പച്ചക്കറി വിത്തുകൾ കിട്ടുന്നില്ല എങ്കിൽ, ഞാൻ എൻ്റെ വീഡിയോയിൽ തരുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് വിത്തുകൾ വീട്ടിൽ അയച്ചു തരാം. ഇതുപോലെ കണ്ടോ ചെടികൾ മറിഞ്ഞു പോകുന്നത് കണ്ടോ, ഭയങ്കര കാറ്റും മഴയുമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം മറിഞ്ഞു പോയിരിക്കുന്നതാണ്. നിറയെ കായുണ്ട്, ഇതേ കണ്ടോ. ഈ തക്കാളിക്ക് പക്ഷേ മഴക്കാലം തക്കാളിക്ക് അത്ര നല്ലതല്ല. പിന്നെ മഴക്കാലത്ത് ഈ തക്കാളി മുളക് പോലെയുള്ളവ നമുക്ക് വളർത്തണമെങ്കിൽ മണ്ണ് പൊക്കിയിട്ട്, ഇപ്പം പറമ്പിലാണ് ചെയ്യുന്നതെങ്കിൽ മണ്ണ് കൂന കൂട്ടി പൊക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന പോലെ ഈ ഗ്രോ ബാഗുകളിലോ പാത്രങ്ങളിലോ മണ്ണെടുത്ത് ഉയർത്തി വെച്ചിട്ട് അതിനകത്ത് വേണം നട്ടുപിടിപ്പിക്കാൻ. അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ. ഇപ്പം ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലുള്ള ഗ്രോ ബാഗുകളിലോ പാത്രങ്ങളിലോ ഒക്കെ നട്ടു വളർത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹോൾസ് എല്ലാം അടഞ്ഞു പോയിട്ടുണ്ടോ, കൃത്യമായി ഹോൾസിൽ കൂടെ വെള്ളം പോയി തീരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഹോൾസ് അടഞ്ഞെങ്ങാനും ആണെങ്കിൽ അത് വൃത്തിയാക്കി വെക്കുകയും വേണം. അപ്പൊ ദേ ഇതുപോലെ ചാഞ്ഞു കിടക്കുന്ന ചെടിയെ ഞാൻ ഇതുപോലൊരു വള്ളി കൊണ്ട് അങ്ങോട്ട് കൂട്ടിക്കെട്ടുവാണേ. ഇവിടെ ഒരു സപ്പോർട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊരു കെട്ടും കെട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലേറെ കാറ്റ് വരികയും കാ പിടിച്ചു തുടങ്ങുകയും ചെയ്തിരിക്കുന്നുണ്ടോ. അങ്ങനെ കാ പിടിച്ചു തുടങ്ങിയത് കൊണ്ടാണ് ഈ ചെടി മറിഞ്ഞു പോയത്. അതിപ്പം മുളകിനും തക്കാളിക്കും വഴുതനയ്ക്കും ഒക്കെ ഇതുപോലൊരു സപ്പോർട്ട് കൊടുത്ത് കിട്ടുന്നതിനുള്ള കാര്യം മറന്നു പോകരുതേ. ഞാൻ പറഞ്ഞില്ലേ മഴക്കാലം ഇത്തരത്തിലുള്ള ശീതകാല പച്ചക്കറികൾക്ക് നല്ലതല്ലെന്ന് പറഞ്ഞില്ലേ. കണ്ടോ ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടോ. ഇതിനകത്ത് നല്ലോണം കാബേജ് കൂടിയതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരെണ്ണം വിളവെടുക്കുന്നത് കാണിച്ചതെന്നാണ്. കറിക്കത്തി എടുത്തുകൊണ്ട് പോന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അല്ലെ ഇതിനെ ചൂട് ചേർത്തങ്ങ് പറിച്ചെടുക്കണം. ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ കണ്ടോ, ഇതിനകത്ത് ഇലകൾ ഇങ്ങനെ കൂടി കൂടി ചേർന്നിട്ടുണ്ട്. ഇത് ലെറ്റ്യൂസ് ആണ്, അല്ലെങ്കിൽ ചൈനീസ് കാബേജ് എന്ന് പറയുന്ന ഒരു സാധനമാണ് കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ്. പച്ചയായിട്ടും തിന്നാം, സാലഡിനകത്ത് ചേർത്ത് തിന്നാം, അതുപോലെ ഈ ബർഗർ പോലെയുള്ള സാധനങ്ങൾക്കകത്തൊക്കെ വെച്ച് വരുന്നൊരു സാധനമാണ്. മഴക്കാലം എന്ന് പറഞ്ഞാൽ പച്ചക്കറി ചെടികൾക്ക് എപ്പോഴും പലതരത്തിലുള്ള കീടങ്ങൾ, പുഴുക്കളായാലും അതുപോലെ മീലിമൂട്ടയായാലും പയറിനൊക്കെ ആണെങ്കിൽ മുഞ്ഞയാണെങ്കിലും എല്ലാം വരുന്ന ഒരു സമയമാണ്. അപ്പം നമ്മൾ നിർബന്ധമായും മഴക്കാലത്ത് കീടനാശിനികൾ ആഴ്ചയിൽ ഉപയോഗിച്ചു കൊടുക്കണം. രാസകീടനാശിനികൾ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല, കാരണം നമുക്ക് തിന്നേണ്ട സാധനമല്ലേ. എൻ്റെ പൂച്ചക്കുട്ടൻ അവിടെ ചാടി കയറുതാണ് ഞാൻ നോക്കിയതേ കണ്ടോ. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ബിവേറിയയാണ്. ബിവേറിയ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം. 20 ഗ്രാം പൊടിയാണെങ്കിൽ 20 ഗ്രാം ബിവേറിയ 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കും. അതേസമയം ദ്രാവക രൂപത്തിൽ നമുക്ക് ബിവേറിയ മേടിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിനകത്ത് 5 മില്ലി ബിവേറിയയുടെ ആവശ്യമുള്ളൂ. അത് തളിച്ചു കൊടുക്കുവാണെങ്കിൽ, നമ്മൾ എല്ലാ ആഴ്ചയും തളിച്ചു കൊടുക്കുവാണെങ്കിൽ കാര്യമായ ഒരു കീടശല്യവും ഉണ്ടാകാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിളവെടുക്കാനും നമുക്ക് കഴിക്കാനുള്ളത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ കിട്ടും. ഞാൻ ഈ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത് എൻ്റെ ടെറസിലാണ്. കാരണം എനിക്ക് ടെറസിലാണ് നല്ലോണം സൂര്യപ്രകാശം കിട്ടുന്നത്. നല്ല പോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് പച്ചക്കറികൾ നന്നായി വളരുന്നത്. നമ്മൾ ഈ മഴക്കാലത്ത് വളരത്തില്ല അല്ലെങ്കിൽ വിളവ് തരത്തില്ല എന്ന് പറയുന്നതിനകത്തും ഒരു കാരണം നന്നായി സൂര്യപ്രകാശം മഴക്കാലത്ത് കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പം ജൂൺ മാസത്തിൽ അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ജൂൺ മാസത്തിലൊക്കെ നട്ടുപിടിപ്പിക്കുന്ന പച്ചക്കറികളുടെ വിളവാണ് നമുക്ക് ഓണത്തിന് കിട്ടുന്നത്. അപ്പോൾ ഓണത്തിലേക്കുള്ളൊരു പച്ചക്കറി കൃഷിയും കൂടെയാണ് ഈ വർഷത്തെ ജൂൺ മാസ കൃഷി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓണത്തിന് നമ്മുടെ പറമ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഒരു 10 പച്ചമുളക് അല്ലെങ്കിൽ ഒരു 10 തക്കാളി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് എനിക്കായാലും നിങ്ങൾക്കായാലും. അപ്പോൾ അവസരം നഷ്ടപ്പെടുത്താതെ എല്ലാവരും തന്നെ ഈ ജൂൺ മാസത്തിൽ മഴയൊന്നും വിചാരിക്കേണ്ട, നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം. പിന്നെ ഒരു കാര്യം നമ്മൾ ഓർത്തോണേ, ഈ മഴക്കാലത്ത് വിത്തുകൾ പാകി വെക്കുമ്പം അത്യാവശ്യം മണ്ണൊക്കെ എടുത്ത് മണ്ണ് നനച്ച് വിത്തുകളിട്ട്, വിത്ത് നനച്ചിട്ടാണല്ലോ നമ്മൾ വെക്കുന്നത്. പിന്നെ വെള്ളം വീഴാത്ത സ്ഥലത്തേക്ക്, മഴ നനയാത്ത സ്ഥലത്തേക്ക് വിത്ത് പാകി വെച്ച് അവിടെ വെച്ച് മുളപ്പിച്ച് 1 മാസമോ അല്ലെങ്കിൽ 2 പ്രായമാകുന്നിടം വരെയോ ഒക്കെ വെച്ചതിന് ശേഷം മാത്രമേ കൃഷി സ്ഥലത്തേക്ക് മാറ്റി നടാവുള്ളൂ. എൻ്റെ പൂച്ചച്ചെറുക്കം കണ്ടോ, ആ ചീര ഞാൻ നട്ടിരിക്കുന്നത്, അത് ഒന്നാമത് അതിൻ്റെ ഇല കയറി വരുന്നില്ല, അതിൻ്റെ മുകളിലോട്ട് കയറി കിടക്കുക രാജാവ്.
എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.